ഇനി അടുത്തതായ ഉപാസകധർമ്മം പറയുകയാണ്, ഏകഗുരു ഉപാസ്തി രസംശേഹ എന്ന്. ദീക്ഷാഗുരു എന്ന ഒരു ഗുരു, ആ ഗുരുവിനെ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ. മറ്റ് പലരും പഠിപ്പിച്ചിരിക്കും, അവരെയൊക്കെ കാരണഗുരുക്കന്മാരായിട്ട് കാണാം. പക്ഷേ ദീക്ഷാഗുരുവാണ് ശരിയായ ഗുരു. അപ്പോൾ ഈ ദീക്ഷയാ മോക്ഷയേത് പശു എന്നാണ്. പശുപാശ വിമോചനമാണ് ദീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവരെ പശുവായി നിന്ന മനുഷ്യനെ ദീക്ഷ കൊണ്ട് പരമശിവനാക്കി മാറ്റുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ 3 തരത്തിലുള്ള ദീക്ഷയുണ്ട്. ശാക്തി, ശാംഭവി, മാന്ത്രി ദീക്ഷാത്രയം. അത് അങ്ങോട്ട് പറയാനുണ്ട്, പക്ഷേ അവിടേക്ക് ഞാൻ പ്രവേശിക്കില്ല. കാരണം ദീക്ഷയുടെ രഹസ്യവശങ്ങളിലേക്ക് പ്രവേശിക്കില്ല. ഈ ദീക്ഷാ സമ്പ്രദായത്തിലൂടെ എപ്രകാരമാണോ ഒരു ക്ഷേത്രത്തിൽ തന്ത്രി കലശാഭിഷേകം നടത്തി ഒരു കല്ലിനെയോ വിഗ്രഹത്തെയോ ഭഗവാനാക്കി മാറ്റുന്നത്, അതായത് അചേതനമായിരിക്കുന്ന കല്ല്, അചേതനമായ കല്ലിനെ പ്രാണപ്രതിഷ്ഠയിലൂടെ സചേതനമാക്കി എടുക്കുകയാണ് തന്ത്രി ചെയ്യുന്നത്. അതേപോലെ സചേതനമായ ശിഷ്യൻ്റെ ശരീരത്തിൽ മന്ത്രചൈതന്യത്തെ പ്രതിഷ്ഠിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അതോടുകൂടി ഗുരുവും ശിഷ്യനും സമഭാവത്തിലെത്തി എന്നാണ്. പിന്നീട് എൻ്റെ ഈ ഗുരു അല്പജ്ഞനാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റിടത്ത് പോകാൻ പാടില്ല. ഇതാണ് ഗുരു ഉപാസ്തി രസംശയം എന്ന് പറയാൻ കാരണം. ദീക്ഷയ്ക്ക് മുമ്പ് പോവാം. ഒരുപക്ഷെ ദീക്ഷ കിട്ടുന്നതിന് മുമ്പേ ഗുരു മരിച്ചു പോവുകയോ അതല്ലെങ്കിൽ ഗുരുവിൻ്റെ ജ്ഞാനം പൂർണ്ണമല്ല എന്ന് തോന്നുകയോ ചെയ്യുന്ന അവസരത്തിൽ പോകാം എന്ന് പറയുന്നത്. മധുലുബ്ധോ യഥാഭൃംഗ പുഷ്പാന്തരം യയൗ ജ്ഞാനലുബ്ധസ്തഥാ ശിഷ്യ ഗുരോർ ഗുരുവന്തരം യയൗ എന്നാണ്. തേനിനെ ആഗ്രഹിച്ച വണ്ട് എപ്രകാരമാണ് ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊരു പുഷ്പത്തിലേക്ക് പോകുന്നത്, അതേപോലെ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്ന ശിഷ്യന് ഒരു ഗുരുവിൽ നിന്ന് മറ്റൊരു ഗുരുവിലേക്ക് പോവാം. അത് ദീക്ഷയ്ക്ക് മുമ്പ് മാത്രമാണ് അതിൻ്റെ വിധി, പൂർവ്വദീക്ഷ കിട്ടുന്നതിന് മുമ്പ്. സാധാരണ ദീക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രമത്തിലേ കൊടുക്കാറുള്ളൂ. ആദ്യം ബാലാമന്ത്രം കൊടുത്ത് 2-3 വർഷം ശിഷ്യരെ പരീക്ഷിച്ച ശേഷം മാത്രമേ ശ്രീവിദ്യയിലേക്ക് കൊടുക്കുകയുള്ളൂ, ഹയർ സ്റ്റാൻഡേർഡിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ദീക്ഷ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ പലരും ആവട്ടെ വരുന്നതിന് മുമ്പ് ഒരു ശിഷ്യനെ കിട്ടി എന്ന് പറഞ്ഞ് ഉടനെ പൂർവ്വദീക്ഷ കൊടുത്ത് അവസാനം ഇതെന്താക്കണമെന്നറിയാതെ അതിൻ്റെ പദ്ധതികളോ വിധികളോ ഒന്നും പറഞ്ഞു കൊടുക്കാതെ കലശാഭിഷേകം നടത്തി പൂർണ്ണദീക്ഷ കൊടുക്കും. അങ്ങനെ പൂർണ്ണദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ശിഷ്യനാവട്ടെ ഇതെങ്ങനെ ജപിക്കണം, എങ്ങനെ ഇത് അനുസന്ധാനം ചെയ്യണം എന്നറിയാതെ അതിൻ്റെ സംശയം തീർക്കുവാൻ മറ്റു പലരെയും ആശ്രയിക്കേണ്ട ഒരു ഗതികേട് വരുന്നുണ്ട്, പലർക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശിഷ്യനെ പരീക്ഷിച്ച് മാത്രമേ പൂർണ്ണദീക്ഷയിലേക്ക് എത്തിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 3 വർഷമെങ്കിലും ബാലാമന്ത്രം ജപിച്ച് അവൻ്റെ ദുരിതങ്ങളൊക്കെ അതിൽ ദഹിക്കണം. ഇനി ഒരു മന്ത്രോപദേശം വാങ്ങിക്കഴിഞ്ഞാൽ പരിപൂർണ്ണ സുഖമാവുന്നൊന്നും ആർക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല, ഒരു ഗുരുവും കൊടുക്കാറില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ളത്. പ്രശ്നം ഇരട്ടിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ ശിഷ്യന്മാരെ പറയുന്നതാണ്, നിങ്ങളുടെ പ്രശ്നം ഇരട്ടിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മന്ത്രോപദേശം സ്വീകരിക്കുന്ന അവസരത്തിൽ പ്രാപഞ്ചിക ശക്തികൾ അതിന് വിഘ്നകരമായി നിൽക്കും, അന്തരായങ്ങൾ സൃഷ്ടിക്കും. ഒന്നത്. രണ്ടാമത്, ദേവിയുടെ പരിവാരങ്ങൾ നിങ്ങളെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക്
ഉള്ള ദുരിതം വർദ്ധിക്കേയുള്ളൂ. 3 കൊല്ലമെങ്കിലും ബാലാമന്ത്രം ജപിച്ച് ആ ദുരിതങ്ങളെ ദഹിപ്പിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഒരാൾക്ക് ദീക്ഷ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അതിന് ശേഷവും പാപകർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് തെറ്റ്. അപ്പോൾ എന്തുപോലെയാണെന്ന് വെച്ചാൽ, നാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉപാസനയും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർക്ക് ദുരിതമൊന്നും ഉണ്ടാവുകയില്ല. ഉപാസനയ്ക്ക് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ദുരിതം ഉണ്ടാവൂ. ഒരു ഉപാസന ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും അവൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു പോകുന്നുണ്ട്. അവൻ അറിയാതെ തന്നെ പിടിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഉപാസന തുടങ്ങിയ ആളാണെങ്കിലോ ഇൻട്രസ്റ്റ് തന്നെയല്ല, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഒരു ഭാഗം കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ കഷ്ടപ്പാട് വർദ്ധിക്കും. അപ്പോൾ ഒരു ഉപാസന തുടങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ പരിഹരിച്ചത് പറയാൻ പറ്റില്ല. ആർക്കും പരിഹരിക്കപ്പെടില്ല. 21 വർഷം ഞാൻ ഗുരുസേവ ചെയ്തവനാണ്. എനിക്കറിയാം അതിൻ്റെ തിക്തഫലങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഒരിക്കലും ഒരു ഉപാസകന് ഉപാസന പഠിക്കുന്ന വേളയിൽ സുഖം കിട്ടുമെന്ന് ഒരിക്കലും വാക്കുകൊടുക്കാൻ പറ്റില്ല. അതിനാൽ 3 വർഷമെങ്കിലും ബാലാമന്ത്രം കൊടുത്ത് അത് പരീക്ഷിച്ച് അതിനുശേഷം യോഗ്യനാണെങ്കിൽ മാത്രമേ ശ്രീവിദ്യാമന്ത്രം കൊടുക്കാൻ പാടുള്ളൂ. അത് കിട്ടിയ ശേഷം ഞാൻ എല്ലാം തികഞ്ഞവനായി എന്ന ഭാവത്തിൽ അഹംഭാവത്തോടെ സഞ്ചരിച്ച് വീണ്ടും വീണ്ടും പാപങ്ങളെ കഴുത്തിലേറ്റുന്ന സ്വഭാവം ചിലർക്കുണ്ട്. അതില്ലാതാക്കിത്തീരണം. അതിന് അത്യാവശ്യം വേണ്ട എന്താണ്? തത്വബോധം ഉണ്ടായിത്തീരണം. ആ തത്വബോധം കൈവരിക്കാതെ ഉപാസന ചെയ്യുമ്പോഴുള്ള തകരാറാണത്. അതിനാൽ ശ്രീവിദ്യാമന്ത്രം, അതായത് ഒരാൾക്ക് ദീക്ഷ കിട്ടുന്നത് വരെ അതേവരെ മന്ത്രോപദേശ ഗുരുവിനെ പരിത്യജിച്ച് വേണമെങ്കിൽ മറ്റൊരു ഗുരുവിൻ്റെ അടുത്ത് പോകാം. ഒന്നുമില്ല, ആ ഗുരു ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോകാം. അതുമല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായ ബോധ്യമുണ്ടായത് ഈ ഗുരുവിനേക്കാൾ യോഗ്യൻ, ഈ എൻ്റെ ജിജ്ഞാസ ശമിപ്പിക്കാൻ പറ്റിയ ആൾ മറ്റേ ആളാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യ ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടി പോവാം. അങ്ങനെ 4 or 5 പ്രാവശ്യം അനുവാദം ചോദിച്ച് അപ്പോൾ ഗുരു അനുവാദം കൊടുക്കണമെന്നാണ്. പക്ഷേ ആ ഗുരുവിനും സ്വാർത്ഥത തോന്നിയത് കൊണ്ട് ഗുരു അനുവാദം കൊടുത്തില്ല എങ്കിൽ ആ ഘട്ടത്തിൽ ശിഷ്യന് ധിക്കരിച്ചു പോകാമെന്നാണ് വിധിയുള്ളത്. ആദ്യ ഗുരുവിനെ ധിക്കരിച്ചുകൊണ്ട് അടുത്ത ഗുരുവിനെ സ്വീകരിക്കാമെന്ന് വിധിയുണ്ട്. പക്ഷേ ദീക്ഷ കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ആവശ്യമില്ല. ദീക്ഷ കഴിഞ്ഞ ശേഷം ഗുരുവും ശിഷ്യനും സമഭാവനയിലാണുള്ളത്. പിന്നീട് ശിഷ്യനായി തീരുന്നത് ഗുരുവോടുള്ള ഒരു കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ്. അതായത് പ്രാപ്തേത് ഷോഡശയെ വർഷയെ പുത്രയെ മിത്രവതാചരെ എന്ന് പറയുന്ന പോലെയാണ്. സ്വന്തം മകന് 16 വയസ്സുണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ മകനെ മിത്രമായി കരുതണം. പിന്നീടും 16 വയസ്സിന് ശേഷവും പുത്രൻ എൻ്റെ അച്ഛൻ എന്നുള്ള ഭാവന പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പിതൃദേവോ ഭവ എന്ന ആ സിദ്ധാന്തം അനുസരിച്ചാണ്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ സിദ്ധാന്തം അനുസരിച്ചാണ്. അതേപോലെ ദീക്ഷയ്ക്ക് ശേഷവും ഒരു ശിഷ്യൻ ഗുരുവിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അത് ആചാര്യദേവോഭവ എന്ന ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലുള്ളതായ ഉദ്ബോധനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് പലരും തെറ്റിദ്ധരിച്ച് പലതരത്തിലുള്ള ചതിക്കുഴികളിലും പെടുന്നത്. അതിനാൽ അതാണ് ഏക ഗുരു ഉപാസ്തി എന്ന് പറയുന്നത്. ഒരു ഗുരുവിനെ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ. നദേയം പരിശിഷ്യേഭ്യോ നാസ്തികായ കുലേശ്വരി എന്ന് പറയുന്നുണ്ട്.
ഗുരുവും കൊടുക്കാൻ പാടില്ല. പരശിഷ്യന്മാരെ സ്വീകരിക്കാൻ പാടുള്ളതല്ല. കുലാർണവതന്ത്രത്തിൽ പറയുന്നുണ്ട് 13-ാം ഉല്ലാസത്തിൽ, പരശിഷ്യം ച പാഷണ്ഡം ഷണ്ഡം പണ്ഡിതമാനിനം എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. ഇവരൊന്നും ഗുരു ശിഷ്യനെ സ്വീകരിക്കാൻ പാടില്ല. പരശിഷ്യനെ, പാഷണ്ഡനെ, ഷണ്ഡനെ, ഞാൻ സ്വയം പണ്ഡിതനാണെന്ന് ഭാവിക്കുന്നവനെ, അങ്ങനെയുള്ള ഒരാളെയും ഒരു ഗുരു ശിഷ്യനായി സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതാണ് ഏക ഗുരു ഉപാസ്തിഹര അസംശയ എന്ന സൂത്രത്തിൻ്റെ അർത്ഥമായി പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറയുന്നത് സർവത്ര നിഷ്പരിഗ്രഹത എന്നാണ്. ഒരാളോടും ഒന്നും പ്രതീക്ഷിക്കരുത്. നിഷ്പരിഗ്രഹത, ഒന്നും ഒരു കാര്യവും ആഗ്രഹിക്കരുത് എന്നർത്ഥം. അതായത് ദ്രവ്യത്തിലോ മറ്റെന്തെങ്കിലും തന്നെ ആഗ്രഹം ഉണ്ടായിത്തീരരുത്. തേന ത്യക്തേന പുഞ്ചീത മാകൃത കസ്യസിദ്ധനം എന്നാണ്. മാകൃത കസ്യസിദ്ധനം, ഒരാളുടെയും ധനം ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. അത് ഗുരുവായിരുന്നാലും ശരി, ശിഷ്യനായിരുന്നാലും ശരി. ഗുരു ശിഷ്യനിൽ നിന്ന് അപരിമേയമായ ധനം ആഗ്രഹിക്കരുത്. അത് തൈത്തിരീയ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഗുരുവിന് വേണ്ടി പ്രഭൂതം ധനം ലബ്ധ്വാ പ്രജാതന്തും മാം വിവച്ഛേസി എന്ന്. ഗുരുവിന് ധനം മുഴുവൻ കൊടുത്തിട്ട് സ്വന്തം മക്കളെ നോക്കാതായി തീരരുത്, സ്വന്തം മക്കളെ പരിപാലിക്കാതായി തീരരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവിന് വേണ്ടി തൻ്റെ ധനവും മനസ്സും ശരീരവും ഒക്കെ ശിഷ്യൻ സമർപ്പിക്കേണ്ടതാണെങ്കിൽ പോലും അതൊന്നും ഗുരു ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. എപ്പോഴും ശിഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം ഗുരു ആഗ്രഹിക്കേണ്ടത്.